ചക്കകൾ പോലും കർഷകന് സ്വന്തമാക്കാനാവാതെ കാട്ടാനശല്യത്തിൽ പൊറുതിമുട്ടി ചക്കകൾ മുഴുവൻ വെട്ടി കൊക്കയിലെറിഞ്ഞ കഞ്ഞിക്കുഴി മലയണ്ണാമലയിലെ കർഷകർ കഴിഞ്ഞ ദിവസം കൃഷിയിടങ്ങളിലിറങ്ങിയ കാട്ടാനകൾ ചക്കകൾ മുഴുവൻ പറിച്ചുവെന്ന സാഹചര്യത്തിലാണ് വീണ്ടും കാട്ടാനശല്യം ഉണ്ടാകാതിരിക്കുവാൻ കർഷകർ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടി വരുന്നത്. ഇതോടെ വനംവകുപ്പിനെതിരെ രൂക്ഷ വിമർശനവും ഉയരുകയാണ്. ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ മലയണ്ണാമല മേഖലയിൽ കാട്ടാനശല്യം അതിരൂക്ഷമായതോടെ സ്വന്തം കൃഷിയിടത്തിലെ ഫലം പോലും ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ് കർഷകർ. പറമ്പിലെ പ്ലാവുകളിൽ കായ്ച്ചെടുക്കുന്ന ചക്കകളാണ് ആനകളെ കൃഷിയിടങ്ങളിലേക്ക് ആകർഷിക്കുന്ന പ്രധാന കാരണം. ഇത് ചൂണ്ടിക്കാട്ടിയാണ് കർഷകർ ഇപ്പോൾ ലക്ഷങ്ങളുടെ നഷ്ടം സഹിച്ചും ചക്കകൾ മുഴുവൻ തൊഴിലാളികളെ ഉപയോഗിച്ച് പറിച്ച് സമീപത്തെ കൊക്കയിലേക്ക് എറിയുന്നത്. 3 ഏക്കറിലധികം വരുന്ന കൃഷിയിടത്തിലെ മുഴുവൻ ചക്കകളും ഇത്തരത്തിൽ നശിപ്പിക്കേണ്ടി വന്ന ഒരു കർഷക സ്ത്രീയുടെ കണ്ണീരോടെയുള്ള പ്രതികരണമാണ് ഇപ്പോൾ വലിയ ചർച്ചയാകുന്നത്. സ്വന്തം അധ്വാനത്തിന്റെ വിളവ് കാട്ടാനകൾക്ക് ഇരയാകാതിരിക്കുവാൻ മനുഷ്യർ തന്നെ നശിപ്പിക്കുന്ന ദുരവസ്ഥയാണ് ഇവിടെ. ചക്ക മുഴുവനും വെട്ടിപ്പറിച്ച് പള്ളേ കളയുക. ഞങ്ങൾക്ക് ഇനി ഒരു ചക്ക തിന്നാൻ പോലും കൊതി ആയാൽ പോലും ഇല്ല. എല്ലാം വെട്ടിപ്പറിച്ച് പള്ളേ കളയുക. എന്നെ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ഒത്തിരി ചക്ക ഉണ്ടായിരുന്നു. 100-200 ചക്കയാ ഇപ്പം കൊണ്ട് ആ കുഴി കൊണ്ട് കളഞ്ഞേക്കുന്നത്. ഇനിയും വെട്ടാൻ നിൽക്കുന്നു. അതും വെട്ടിക്കൊണ്ട് കളയണം. ആനയുടെ ശല്യം അത്രയും ഇതായിട്ട് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് കളയാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഇടുക്കി ജില്ലയിൽ ഏറെക്കാലം ചർച്ചയായിരുന്ന ചക്കക്കൊമ്പൻ എന്ന കാട്ടാന പോലും കായ്ച്ച ചക്കകൾ തേടിയാണ് പലപ്പോഴും ജനവാസ മേഖലകളിലേക്ക് എത്തിയിരുന്നതെന്ന് നാട്ടുകാർ ഓർമ്മിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലും കാട്ടാനക്കൂട്ടങ്ങൾ കൃഷിയിടങ്ങളിലെത്തി പ്ലാവുകളിൽ നിന്ന് ചക്കകൾ പറിച്ചു ഭക്ഷിക്കുകയും കർഷകർക്ക് ഭീഷണിയാകുകയും ചെയ്തതായി പ്രദേശവാസികൾ പറയുന്നു. എന്നാൽ ഇത്രയും ഗുരുതരമായ സാഹചര്യം നിലനിൽക്കുമ്പോഴും ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുവാൻ വനംവകുപ്പ് തയ്യാറാകുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി. കാട്ടാനകൾ എത്തുന്ന പ്രദേശങ്ങൾ അനധികൃത കയ്യേറ്റ ഭൂമിയാണെന്ന നിലപാടാണ് വനംവകുപ്പ് സ്വീകരിക്കുന്നതെന്നും ഇതിന്റെ പേരിൽ പ്രശ്നത്തിന്റെ ഗൗരവം അവഗണിക്കുകയാണ് എന്നും കർഷകർ ആരോപിക്കുന്നു. അതേസമയം സ്വന്തം ഭൂമിയിൽ JCB ഉപയോഗിച്ച് മണ്ണുമാറ്റാനോ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്താനോ പോലും വനംവകുപ്പ് അനുമതി നൽകിയിരുന്നില്ലെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. കൃഷി സംരക്ഷിക്കാനുള്ള മാർഗങ്ങൾ പോലും നിഷേധിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ കർഷകർ സ്വന്തം വിളകൾ തന്നെ നശിപ്പിക്കാൻ നിർബന്ധിതരാകുന്നതെന്നും എടുത്തു പറയേണ്ട കാര്യമാണ്. ഇടുക്കി വിഷൻ ന്യൂസ്, പടയേരിക്കണ്ടം.